ഫഹദ് ഫാസിലിന് വിവാഹശേഷം ഭീകര മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം നസ്രിയ തന്നെയാണെന്നാണ് ഫഹദ് പറയുന്നത് കേട്ടോ. ഫഹദിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് നസ്രിയ എന്നാണ് ഫഹദ് പറയുന്നത്. എസ്പെഷ്യലി ഫഹദിന്റെ മൂഡ് സ്വിങ്സും ഷോർട്ട് ടെമ്പറും. വിവാഹം ഫഹദിനെ കുറെ കൂടെ മെച്യൂർ ആക്കി എന്നാണ് പറയുന്നത് ആള്. അതിന്റെയൊക്കെ ക്രെഡിറ്റ് പോകുന്നത് നസ്രിയയ്ക്ക് തന്നെയാട്ടോ. നസ്രിയയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഫഹദിന്റെ ടെമ്പർ പോകുന്നത്. ആ സമയത്ത് നസ്രിയ ഫഹദിന് കൊടുത്തൊരു ടിപ്പുണ്ട്. എന്താണെന്നറിയോ? ആരോടൊക്കെ എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ അപ്പം തന്നെ നസ്രിയെ വിളിച്ച് എത്ര വേണമെങ്കിലും ബഹളം വെച്ചോളൂ, ബട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ആ ദേഷ്യം കാട്ടരുത് എന്നതാണ് ആ ടിപ്പ്. നസ്രിയ വിവാഹത്തിന് മുൻപും പിൻപും ഒക്കെ അതേ വായാടി പെൺകുട്ടി തന്നെയാണ്. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത്രേ. എന്തായാലും ഫഹദ് ഫാമിലി ലൈഫ് വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നുണ്ട്. ആസ് നസ്രിയ ഈസ് ഓൾസോ എ ഫാമിലി ഓറിയൻറ്റഡ് ഗേൾ. ബട്ട് നസ്രിയ ഫിലിമിലേക്ക് തിരിച്ചു വരുന്നതിലും ഫഹദ് സപ്പോർട്ടീവ് ആണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മാറ്റങ്ങളൊക്കെ ഫഹദിൻ്റെ ചോയ്സ് ഓഫ് മൂവീസിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് പറയാതെ പറ്റില്ല. ഇനി ഫഹദിൻ്റെ അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്ത അയാൾ ഞാനല്ല എന്ന ഫിലിമാണ്. കേരളത്തിൽ നിന്നും വന്ന് ഗുജറാത്തിൽ സെറ്റിൽ ചെയ്ത ഒരാളുടെ കഥയാണ് അയാൾ ഞാനല്ല. മൃദുല മുരളിയും ദിവ്യ പിള്ളയുമാണ് ഇതിലെ ഫീമെയിൽ റൂൾസിൽ എത്തുന്നത്. ഫഹദിൻ്റെ മറ്റൊരു പ്രോജക്റ്റാണ് ഞാൻ DP പള്ളിക്കൽ. എബി വർഗീസ് ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഫിലിമിൻ്റെ പേര് ഞാൻ DP പള്ളിക്കലിൽ നിന്നും മൺസൂൺ മാംഗോസ് എന്ന് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. മൺസൂൺ കഴിഞ്ഞാവും ഇതിൻ്റെ റിലീസ് ഉണ്ടാവുക. It's fantastic when they say it's God's own country. I know why this.